അപ്പോൾ എങ്ങനെയാണ്, വെക്കേഷൻ കൂടെ ആണല്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് 12 ദിവസം വെക്കേഷൻ ആഘോഷിക്കാമല്ലേ? പക്ഷേ ഈ വെക്കേഷൻ എല്ലാ +1കാർക്കും ആഘോഷിക്കാൻ പറ്റില്ല. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എന്താണ് കാര്യം എന്നുള്ളത്. അതായത് ഈ +1കാർക്ക് ചില സ്കൂളുകളിൽ +2കാർക്ക് ആണ് നടത്താറുള്ളത്. ഞങ്ങൾക്ക് +1കാർക്കാണ് ഈ NSSൻ്റെ ക്യാമ്പ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡയറിയും ബാഡ്ജും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യം ഈ ഡയറിയിലോട്ട് പകർത്തണം. കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ബുക്കിനകത്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിനകത്തുള്ളതെല്ലാം പകർത്തി ഇതിനകത്തേക്ക് ആക്കണം. അപ്പോൾ ക്യാമ്പിന് പോകുന്നതിന് മുമ്പായിട്ട് ആ ഡയറി ഫില്ല് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. വേറെ ഒരുപാട് ഡ്യൂട്ടീസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഇത് എഴുതി തീർത്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പോസ്റ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് പുറത്തോട്ട് പോയി. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ വന്ന് കഴിഞ്ഞ് ഡയറി എഴുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഡയറിയിലുള്ളത് കുറച്ച് സ്പേസാണ്. അപ്പോൾ അത് നമുക്ക് കുഞ്ഞിതായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അല്ലാതെ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. എന്നാൽ കുറവേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇതെൻ്റെ ആവറേജ്, എന്നാൽ നമുക്ക് ഒത്തിരി ഇല്ലയെന്ന് തോന്നും, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആർക്കൊക്കെ ക്യാമ്പ് ഉണ്ടെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.